ഹലോ, ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. രണ്ട് മുട്ടയും അതുപോലെ ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 മുട്ട, വലിയ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വലിയ സ്ലൈസ് ബ്രെഡ് തന്നെയാണ് കേട്ടോ 3 എടുത്തത്. അത് മതിയാവും 2 മുട്ടയിലേക്ക്. വലിയ 2 മുട്ട ആണെങ്കിൽ ഈ ഒരു 3 സൈസ് ബ്രെഡ് മതിയാവും. അപ്പോൾ ഞാനിതൊരു ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ചെറുതാക്കി ഈ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് ആദ്യം ഈ 2 മുട്ട ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുട്ട ഒന്ന് ഞാൻ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് ഒരു ഉള്ളിയാണ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളി ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ക്യാരറ്റൊക്കെ ഇതിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഞാൻ ചെറുതാക്കി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അത് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് പച്ചമുളക്, അത്ര എരിവുള്ള പച്ചമുളകൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ 1 ചേർത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കുറച്ചൊരു മടി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയും കുറച്ച് കരിവേപ്പിലയും, ഒരു തണ്ട്, ഒരു 3-4 ലീഫ് കരിവേപ്പില ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ മല്ലിയിലയും. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസസൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് അത് ഉടച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ആ മുട്ടയിലൊന്ന് മുങ്ങി കിട്ടിയാൽ മതി. ആ ഒരു രൂപത്തിലാക്കി കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണ്ട. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ബ്രെഡിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇത് ഉടച്ചിട്ടില്ല, ചെറിയ ചെറിയ പീസായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണത് ഓരോ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതായി ഓരോ സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ദോശക്കല്ലിൽ ഇട്ടിട്ട് 2-3 സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടും എങ്ങനെ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഡീപ്പായിട്ട് ഇപ്പോൾ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ചെയ്തെടുക്കണ പോലെ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ എല്ലാത്തിലൊന്ന് ഇത്തിരി ആക്കി കൊടുക്കുക. എന്നിട്ട് ബ്രഷ് കൊണ്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് എണ്ണ ചൂടായതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്, കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും.
അപ്പം നമുക്ക് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടും വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഈ ഒരു കല്ല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം എല്ലാത്തിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഓരോ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഒരു കള്ളിയിലേക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം ഇനി കൂട്ടി കൊടുക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ ഞാനത് വേഗം തന്നെ എല്ലാ അതിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമൊക്കെ ഇട്ടതൊക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കോരി മാറ്റിയെടുക്കുകയാണ്. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഓവർ അങ്ങനെ ബ്രൗൺ കളർ ആക്കി എടുക്കണ്ട, അപ്പം കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ ഇതുപോലെ ചെറുതാക്കി രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇട്ട് ആ ഒരു 3 എണ്ണം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനത് മാറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ അതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് ഈ ചാനലിലേക്ക് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഓക്കെ, ബൈ.